guys, welcome back to another vlog of the Voyager. This is Aslam for you. ഈ റൈഡ് പാണ്ഡവപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. തുംകൂറിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ തുംകൂറിനടുത്തുള്ള വേറൊരു മലയിലോട്ട് പോയിരുന്നത്, ഒരു ടെമ്പിളൊക്കെ ഉള്ള മലയിലോട്ട് ലാസ്റ്റ് റൈഡ് പോയിരുന്നത്. ഇത് അവിടുന്ന് ഒരു നിയർലി 20 കിലോമീറ്റേഴ്സ് അടുത്തുള്ള ഒരു സ്ഥലമാണ്. ജസ്റ്റ് ഒരു മല, പാറക്കെട്ടും അതിനിടയിൽ കുറേ പച്ചപ്പൊക്കെയുള്ള നൈസ് മലയാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ കരുതി. അന്ന് പോയതിന് അന്ന് ഞങ്ങൾ രാവിലെ ആ മല കയറി, അത് കഴിഞ്ഞ് നേരെ ഇതിലോട്ട് പോയി മലയിലോട്ട് പോന്നു. ഏകദേശം ഒരു 11-12 മണി ആയിക്കണു. വെയിലാണ്, പക്ഷേ ഒരു രസമില്ലെന്ന് കരുതി പോകുന്ന ഒരു വൺ ഡേ റൈഡ് പ്ലാൻ ചെയ്ത് പോകുന്നതല്ലേ. അങ്ങനെ പോവാണ്. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ആ വീട്ടിൽ കണ്ടവർക്ക് അറിയാമല്ലോ, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോയതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. നിങ്ങളുടെ സജഷൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. ഫോട്ടോസിനൊക്കെ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്യുക, ഹിമാലയൻ ബീറ്റ്സ്. സോ ലെറ്റ്സ് കണ്ടിന്യൂ ദി റൈഡ്. ആകെ മൂഞ്ചലത് സത്യത്തിൽ ഇയാൾക്ക് വഴി അറിയില്ല. ಅಲ್ಲಿಂದ ಮುಂದಕ್ಕೆ ಗುರುರಂಪಾಳ್ಯ ಅಂತ ಸಿಗುತ್ತೆ. ಗುರುರಂಪಾಳ್ಯ ಅಲ್ಲಿ ರಾಮದೇವ್ರ ಬೆಟ್ಟಕ್ಕೆ ಹೋಗೋದು. ಅದೇ ಹೇಳ್ತಾರೆ, ಕೇಳ್ತಾಳೆ ಇವರು. ಸರ್, ನೀವು ಹಂಗೆ ಹೋಗ್ಬೇಕಂದ್ರೆ ಇಲ್ಲಿ ಮೈದಾನ ಗೇಟ್ ಇದೆ. ಅದೇ ಆ ಗೇಟ್ ಹತ್ರದಿಂದ ಹೋಗ್ಬಿಟ್ಟು ಕರೆಕಲ್ಪಾಳ್ಯದಿಂದ ನಾವು ಹೊರಗಡೆ ಬರಲ್ಲ, ಹೇಳ್ತಾರೆ ಅಲ್ಲಿ ಹಳ್ಳಿ ಮಾಡ್ತಾರೆ ಅಂತ ಸ್ಟ್ರೈಟ್ ಹೋಗಿ ಅಲ್ಲಿ ಬೆಟ್ಟಕ್ಕೆ ಗಾಡಿ ಹಾಕೋಗ್ಬೋದು. അങ്ങനെ വഴി മനസ്സിലായില്ലേ? അങ്ങനെ വഴി പറഞ്ഞ നിൽക്കണു പോയാലോ? ಹೌದಾ? ಅಲ್ಲಿ ಯಾರನ್ನ ಮಂತ್ರ ನಿಲ್ಸ್ಕೊಡಿ. കരകൽപ്പാള കഴിച്ചിട്ടുണ്ടല്ലോ. അത് കരകൽപ്പാളയാ ട്രഞ്ചി, കരകൽപ്പാളയാ മൂട്. അങ്ങനെ ഹൈവേയിലുള്ള ക്രൂസിങ്ങും വെയിലത്തുള്ള ആ ഓൺ റോഡ് യാത്രയും വണ്ടികളൊക്കെ ഓവർടേക്ക് നൈസായിട്ടുള്ള ഓൺ റോഡ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ ഓഫ് റോഡിലോട്ട് കയറി. ഓഫ് റോഡ് നൈസാണ്, സിമ്പിളാണ്, വലിയ ടഫൊന്നുമില്ല. ജസ്റ്റ് മണ്ണൊക്കെ ഇട്ട് നൈസാക്കി റോഡ് അങ്ങനെ അടിച്ച് കയറി പോവാം. ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വൈബ് അടിച്ച് അങ്ങനെ രസത്തിൽ അങ്ങനെ പോവാം. പിന്നെ ആ ഒരു ഓൺ റോഡിൻ്റെ വൈബ് മാറി നമ്മൾ ഓഫ് റോഡിലോട്ട് കയറി, അതൊരു രസമല്ലേ. പക്ഷേ റോഡ് നമ്മളൊരു ഹിമാലയൻ്റെ പവർ എടുക്കാൻ പറ്റിയ റോഡൊന്നുമല്ല. കുഴപ്പമില്ല, നൈസ് സിമ്പിൾ റോഡല്ലേ. നമ്മളെ പവർ എടുത്ത് കളിക്കാല പ്ലേസൊന്നും ഇല്ല. പിന്നെ എല്ലാവരും ഉണ്ടാകുമ്പോൾ രസമായിട്ട് നമ്മൾ നൈസായിട്ട് അടിച്ചിങ്ങനെ പോകണം, അതേ രസമല്ലേ. എൻജോയ് ചെയ്യാം.
റോഡൊക്കെ കഴിഞ്ഞ് നേരെ മല കയറാൻ തുടങ്ങി. ജസ്റ്റ് നൈസ് ട്രക്കിംഗ് ആണ്. സ്ഥലമൊന്നുമില്ല, വഴിയൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് വഴി നോക്കി കയറി പോവുക. അറിയൊന്നുമില്ല, ആർക്കും വലിയ ഇടുന്നില്ല. പക്ഷേ കുഴപ്പമില്ല, നൈസായി കയറി പോവുക. എല്ലാവരും കൂടി അങ്ങനെ നൈസായി കയറി. നല്ല വെയിലാണ്. ആ വെയിലിൽ തന്നെ ഞങ്ങൾ ജസ്റ്റ് നൈസായി കയറി പോവുക, കുഴപ്പമില്ലാണ്ട്. വെയിലുണ്ടായതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആണ്. എല്ലാം തെളിഞ്ഞ് കാണാൻ നല്ല രസമാണ്. ആകാശമൊക്കെ നല്ല ക്ലിയറായി കാണാം. നമുക്ക് പ്രശ്നം എന്താ വെച്ചാൽ നല്ല വേർക്കുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് തന്നെ ഉള്ളൂ. ഞങ്ങൾ ഫുള്ളൊന്നും കയറിയില്ല, ഒരു ഹാഫ് കയറി തിരിച്ചിറങ്ങുകയാണ്. നല്ല വെയിലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഫുള്ള് കയറാതെ ഒരു ഹാഫ് ആയപ്പോൾ തിരിച്ച് ഇറങ്ങുകയാണ്. അതന്നെ നമ്മൾ ഈ കാണുന്ന വ്യൂ തന്നെയാണ് മെയിനായിട്ട് കാണാനുള്ളത്. സോ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നെക്സ്റ്റ് അഡ്വഞ്ചറുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ഇറ്റ്സ് മീ അസ്ലം.